ആൻഡ് ഗൈറോമിക്ക് യൂസ് ചെയ്യുന്ന ഈ ഒഴുകി നടക്കുന്ന പറയത്തില്ലേ, അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേയോടൊപ്പം കുറേയധികം ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് എന്നാൽ ഈ ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, അതിലേക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സ്മാർട്ട് വാച്ച് കയ്യെടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതലും ഈ സ്മാർട്ട് വാച്ചിന്റെ ലുക്കിൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതിന്റെ നൈലോൺ സ്ട്രാപ്പ്. ഒറ്റ ലുക്കിൽ തന്നെ ഒരു സ്മാർട്ട് വാച്ചിനെ പ്രീമിയം ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു നൈലോൺ സ്ട്രാപ്പ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേക്കകത്ത് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് വാച്ച് ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ പ്ലാസ്റ്റിക് ഡിസൈനിലാണ്, പക്ഷേ അതൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒഴുകി നടക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 1.43 ഇഞ്ചസിന്റെ റൗണ്ടഡ് AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സ്മാർട്ട് വാച്ചിനകത്ത് സ്ക്രാച്ചസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ഫംഗ്ഷണൽ ക്രൗൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്മാർട്ട് വാച്ചിന്റെ ബെസൽ നോക്കുവാണെങ്കിൽ ഈ റോമൻ ടൈപ്പ് അതല്ലെങ്കിൽ ടൈമിംഗ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്മാർട്ട് വാച്ച് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചേഴ്സിനോടൊപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നല്ല ഒഴുകി നടക്കുന്ന അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് വാച്ച് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് മറ്റ് സ്മാർട്ട് വാച്ചിനകത്ത് ഉള്ള പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോട്ട് പ്രത്യേക ഒരു സ്മാർട്ട് വാച്ചിനകത്ത് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ജെൻ X2 ചിപ്സെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണിത്. അതുപോലെ ബ്ലൂടൂത്തിന്റെ 5.4 ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കോളിംഗ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള മറ്റ് സ്മാർട്ട് വാച്ചിനകത്ത് ഉള്ളതുപോലെ തന്നെ സ്പീക്കേഴ്സ്, മൈക്രോഫോൺസ്, അതുപോലെ ഡയൽ പാഡ്, കോൾ ഹിസ്റ്ററി, മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കോളിംഗ് എക്സ്പീരിയൻസ് വൈസ് നോക്കുവാണെങ്കിലും ഡിലേയോ അതല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് കട്ടായി പോകുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ സ്മാർട്ട് വാച്ചിനകത്തൊന്നും വന്നിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളായാലും റിസീവറിൽ നിന്ന് വരുന്ന കാര്യങ്ങളായാലും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനും റിസീവറിന് നല്ലപോലെ കേൾക്കാനും ഈ സ്പീക്കേഴ്സ്, മൈക്രോഫോൺസ് യൂസ് ചെയ്തുകൊണ്ട് പറ്റുന്നതാണ്. അതുപോലെ ഇത്രയധികം ഫീച്ചേഴ്സിന് പുറമെ കുറേയധികം ഫീച്ചേഴ്സ് ഇവർ ഇൻബിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടും ഇൻബിൽഡ് ആയിട്ടുള്ള GPS ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഡിഗ്രി മോഷൻ മാപ്പിംഗ്, ഇതിനോടൊപ്പം ആക്സിലറോമീറ്ററും ഗൈറോസ്കോപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ആക്യുറസി കൂട്ടുക, അതായത് നാവിഗേഷന്റെ ആക്യുറസി കൂട്ടുക, അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്യുറസി കൂട്ടാനൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതുപോലെ കുറെ അധികം ഫീച്ചേഴ്സ് ആണ് ഹെൽത്ത് മെയിൻറ്റെയിൻസിന് വേണ്ടി ഒരു സ്മാർട്ട് വാച്ചിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് AI പവർഡ് ആയിട്ടുള്ള ഓട്ടോ ജിം വർക്ക്ഔട്ട് ഡിറ്റക്ഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറയുന്നത് നമ്മൾ എന്ത് വർക്ക്ഔട്ട് ആണോ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു സ്മാർട്ട് വാച്ച് AI യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ VO2 മാക്സ്, അതായത് വേരിയബിൾ ഓക്സിജൻ മോണിറ്റർ, HRV മോണിറ്റർ, സ്ലീപ്പ് മോണിറ്ററിംഗ്, സ്ട്രെസ് മോണിറ്ററിംഗ് എന്നിങ്ങനെ കുറേയധികം സെൻസേഴ്സ് വൈസ് ഹെൽത്ത് മെയിൻറ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആക്യുറസി നോക്കുവാണെങ്കിൽ ഒരു 95% ഒക്കെ ആക്യുറേറ്റ് ആണ്. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ആക്യുറസി നമുക്ക് ഇതിനകത്ത് ലഭിക്കത്തില്ല. ആൻഡ് ഈ സ്മാർട്ട് വാച്ചിന്റെ മറ്റ് ഡേറ്റാസും കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഹെൽത്ത് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാനും ഹെൽത്ത് ഡേറ്റാസ് ട്രാക്ക് ചെയ്യാനും അതുപോലെ 150+ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് കസ്റ്റമൈസ് ചെയ്യാനും അതുപോലെ ഈ വാച്ച് ഫേസസ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും അതുപോലെ മറ്റ് മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നാവിഗേഷൻ, പേയ്മെന്റ് QR, SOS, വെതർ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് അതുപോലെ കുറെ അധികം ഫീച്ചേഴ്സും സെൻസേഴ്സും ഒക്കെയാണ് ഈ സ്മാർട്ട് വാച്ച് ഇൻബിൽഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്മാർട്ട് വാച്ച് 0 to 100% ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 1 to 2 hours മാക്സിമം എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിലൂടെ ഹെവി യൂസിലൊക്കെയാണ് നമ്മൾ ഈ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ് ടു 15 ദിവസം, അതായത് ഒരു 10 to 15 ദിവസം മാക്സിമം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ നോർമൽ യൂസിലാണെങ്കിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നാവിഗേഷൻ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോളിംഗ് ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു 20 to 25 days, ഏകദേശം ഒരു 1 month എന്ന് വേണേൽ പറയാം, അങ്ങനെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഈ സ്മാർട്ട് വാച്ചിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ അനലൈസ് ചെയ്തും ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. അതുപോലെ ഈ സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഓൺലൈനിലൂടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 6000 രൂപയാണ്. ഈ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആണ്. ഈ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, പക്ഷേ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് അത്രയ്ക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ ഓഫർ ടൈം ഒക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 4000 അല്ലെങ്കിൽ ഒരു 4500 അതായത് അതിന് താഴോട്ട് എത്രത്തോളം വരുന്നോ അതനുസരിച്ച് വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണിത്. കുറെ അധികം ഫീച്ചേഴ്സ് ഒക്കെ പാക്ഡ് ആണ്. അതുപോലെ നല്ലൊരു ഡിസ്പ്ലേ, അതുപോലെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ ആയാലും ബിൽഡ് ക്വാളിറ്റി അതുപോലെ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിലും നല്ല ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് ബോട്ടിന്റെ ഒരു 1-2 ആഴ്ച മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ബോട്ട് വാലർ വാച്ച് 1 GPS ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.